മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ലേറ്റസ്റ്റ് തോന്നിവാസം സകല ആളുകളും കണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ ഒരു ഉദാഹരണം ഞാനൊന്ന് ആദ്യം ഇവിടെ കൊടുക്കാം. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, നേതാക്കളെ ആശ്ലേഷിക്കുന്നത് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ, പരാമർശങ്ങൾ, ചില അശ്ലീല പരാമർശങ്ങൾ എന്ന് BJP പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ആലോചിക്കുന്നത്? എങ്ങനെയാണ് അവർ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്? നിങ്ങൾ കേട്ടില്ലേ, രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുന്നതിനെ, അതായത് ഫോറിൻ പോളിസിയെ പരിഹസിച്ചുകൊണ്ട്, ഞാൻ ഏതായാലും ആ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് എന്ന്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ BJP ആരോപിക്കുന്നു, അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്ന് BJP ആരോപിക്കുന്നത്. BJP ആരോപിക്കുന്നതാണോ? നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. किसने डाला, कहां से घुसा भाई? फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस. फॉरेन पॉलिसी एक चीज पूछ सकता हूँ? हाँ. मिलनी समझ के तो नहीं पकड़ा था. നിങ്ങൾ കണ്ടില്ലേ, അതായത് ഫോറിൻ പോളിസി എന്ന് പറയുന്നത് കെട്ടിപ്പിടിക്കലാണ് എന്ന് പറഞ്ഞ് അത് അഭിനയിച്ച് കാണിച്ചത് നിങ്ങൾ ആദ്യം കണ്ടില്ലേ? അതിനുശേഷം ഒപ്പമുള്ള ഒരുത്തൻ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ജോർജിയ മെലോനിയാണ് എന്ന് കരുതിയിട്ടാണോ ഈ കെട്ടിപ്പിടിച്ചത് എന്ന്. അതിനെയും രാഹുൽ ഗാന്ധി രസിച്ചങ്ങ് കേട്ടു, സുഖിച്ചങ്ങ് മുന്നോട്ട് പോയി. ഇതിനെയല്ലേ അശ്ലീലം എന്ന് പച്ചക്ക് പറയേണ്ടത്? നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് BJP ആരോപിക്കുന്നു എന്ന്. ഇത് നേരെ തിരിച്ചാണെങ്കിൽ അമിത്ഷാ അങ്ങനെ പറഞ്ഞു, നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സ്ത്രീകളെയല്ല അപമാനിച്ചത്, ഇത്തരത്തിൽ ചോദിക്കായിരുന്നു. ഇതിപ്പോ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് BJP ആരോപിക്കുന്നു എന്നൊക്കെ പറയാൻ നാണമില്ലേ? രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകളെയാണ് അപമാനിച്ചിട്ടുള്ളത്. സൗഹൃദത്തിന്റെ പേരിൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലും എത്തരത്തിലാണ് പറയുന്നത്? വളരെ മോശമായിട്ട് അശ്ലീല ചുവയോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത്. ഇത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കെതിരെയാവുമ്പോൾ ഇറ്റാലിയൻ ജനങ്ങളും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യില്ലേ? നമ്മുടെ രാജ്യത്തെ കുറിച്ച് അവർ പുച്ഛിക്കില്ലേ? ഇതൊക്കെ വിവേകത്തോട് കൂടിയിട്ട് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാ. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ആശ്ലേഷിച്ചു എന്നൊക്കെ പറയുന്നത്, കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നത് അശ്ലീല ചുവയോടുകൂടിയാവുമ്പോൾ അത് രണ്ട് രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയല്ലേ? സ്ത്രീകളെ ഒന്നടക്കം ബാധിക്കുന്ന വിഷയല്ലേ? കോൺഗ്രസില് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയമായിട്ട് യോജിപ്പ് വിയോജിപ്പൊക്കെ കൊള്ളാം. ഇതൊരു ജനാധിപത്യ രാജ്യ, അത് ഈ രാജ്യത്തിന്റെ മഹത്തായ കാര്യം തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. പക്ഷെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകളെ അങ്ങ് അധിക്ഷേപിച്ചതല്ലേ? ലൈംഗിക ചുവയോടുകൂടെ സംസാരിച്ചതല്ലേ? ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കെതിരെ ലൈംഗിക ചുവയോട് കൂടിയിട്ടല്ലേ രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്? ഈ കെട്ടിപ്പിടിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്, അത് ഗൾഫ് രാജ്യങ്ങളാവട്ടെ, അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ, അവിടെ പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ് അവിടെ വളരുന്നത്. ആ സൗഹൃദ ബന്ധം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണമുണ്ട്. ആ കെട്ടിപ്പിടിക്കലിൽ അവസാനിക്കുന്നുണ്ടോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാർ നടന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ട്. ഏതെങ്കിലും രാജ്യമല്ല, നമ്മുടെ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യം, മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറുകൾ. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കോൺഗ്രസ് ഇവിടെ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കാത്തത് അതിനേക്കാളൊക്കെ 10 മടങ്ങ് കരുത്തുറ്റ വ്യാപാര കരാറുകൾ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് മോദി കെട്ടിപ്പിടിക്കാറുണ്ട്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രി സൗഹൃദം പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്.
അതുപോലും ലൈംഗിക ചുവയോടുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഫിദൽ കാസ്ട്രോയെ കെട്ടിപ്പിടിക്കുന്നതാണ്. വിവേകമുള്ള ഒരു മലയാളി എന്ന നിലക്ക്, വിവേകമുള്ള ഒരു ഭാരതീയൻ എന്ന നിലക്ക് ഞാൻ അതിനെ വിവേകത്തോടു കൂടി തന്നെ നമ്മുടെ രാജ്യവും മറ്റു രാജ്യവുമായിട്ടുള്ള മറ്റാളുകളുമായിട്ടുള്ളൊരു സൗഹൃദമായിട്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ സ്വന്തം മുത്തശ്ശിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഓരോ മലയാളിയുടെയും ചോദ്യമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്യുന്നതിനെ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഹുൽ ഗാന്ധിക്ക് പൊന്നുമക്കളെ, രാഹുൽ ഗാന്ധിക്കുണ്ടല്ലോ നിലവാരം എന്നൊരു സാധനമല്ല. നിലവാരം, നിങ്ങൾ കോൺഗ്രസ്സുകാരായിക്കോളൂ, നിങ്ങൾ CPM-കാരായിക്കോളൂ, നിങ്ങളൊക്കെ ഒരു മുന്നണിക്കാരായിക്കോളൂ, പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നിലവാരമില്ലായ്മ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ആ നിലവാരമില്ലായ്മ കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഉപ്പ് വെച്ച കലം പോലെയാവുന്നത്. ഏറ്റവും ഒടുവിൽ DMK-ക്കൊപ്പമുള്ള 22 MP-മാരും BJP പാളയത്തിലേക്ക് എത്തിയിട്ടുള്ളത്, NDA-യുടെ പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്, കണ്ണിറുക്കി കാണിക്കുക. ടൂറ് പോകും. ഈ രാജ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ടൂറ് പോവുകയാണ് മിക്കവാറും ദിവസങ്ങൾ. എന്നിട്ട് ഇടയ്ക്ക് മലേഷ്യയിൽ നിന്നൊക്കെ ഫോട്ടോ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ജോർജിയ മെലോനിയെ പോലെ തോന്നിയതുപോലെ നോക്കി കാണുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ടൂറുകളൊക്കെ എന്തിനാണ് എന്ന് ഇവിടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കൂ. ലളിതമായ ചോദ്യം. രാഹുൽ ഗാന്ധി ടൂറ് പോകുന്നത് എന്തിനാ? രാഹുൽ ഗാന്ധി മുക്കര് പോകാറുണ്ടല്ലോ. ഈ ടൂറ് പോക്കൊക്കെ എന്തിനാണ് പോകുന്നത്? ലളിതമായ ചോദ്യങ്ങളാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവാണെങ്കിൽ ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന അധികാരത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ മുങ്ങാറുണ്ടല്ലോ. മലേഷ്യൻ ഫോട്ടോയാ ഇവിടെ കൊടുത്തത്. ഇതൊക്കെ മറ്റാളുകൾ എടുത്തിട്ട്, ഇത് രാഹുൽ ഗാന്ധി പുറത്തു വിട്ടതല്ല, മറ്റാളുകൾ കാണുന്നിടത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് നാഷണൽ മീഡിയാസിലൊക്കെ വന്നതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. രാഹുൽ ഗാന്ധിയുടെ ചിന്ത എങ്ങനെയാണ്? ജോർജിയ മെലോനിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ മോശമായിട്ട് കാണുന്ന രാഹുൽ ഗാന്ധി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്? രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിക്ക് പോട്ടെ, പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കാൻ വല്ല യോഗ്യതയുണ്ടോ? അല്ല, ഇടത് ബുദ്ധിജീവികളൊക്കെ എവിടെ പോയി? ഒരൊറ്റ എണ്ണത്തിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ മുന്നണിയാണല്ലോ കേരളം വിട്ടാല്, ഒരു ടീമാണല്ലോ ഡൽഹിയിലെത്തിയാല്. അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരാളും മിണ്ടുന്നില്ലേ? രാജ്യത്തെ സകല സ്ത്രീകളെയും അപമാനിക്കുകയല്ലേ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്? ജോർജിയ മെലോനി എന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ ലൈംഗിക ചുവയോടുകൂടെ സംസാരിച്ചോ, അധിക്ഷേപിച്ചോ. അതിനെതിരെ എന്തേ നമ്മുടെ ഇടതുപക്ഷത്തിന് ഇവിടെ നാവ് പൊന്താത്തത്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്ത്രീകളെയായി അപമാനിച്ചത്. സ്ത്രീകളെ ഈ ആശ്ലേഷിക്കുന്നതൊക്കെ, ഈ കെട്ടിപ്പിടിക്കുന്നതൊക്കെ തന്നെ വേറെ എന്തോ ചിന്താഗതിയാണ് എന്നാണോ ഇടതുപക്ഷം കരുതുന്നത്? അങ്ങനെ കരുതുന്നില്ലെങ്കിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു അക്ഷരമെങ്കിലും പറയൂ. രാഹുൽ ഗാന്ധിയെ വെറുതെ അല്ലേ ആളുകൾ തോന്നിയത് വിളിക്കുന്നത്? നിലവാരം എന്നൊരു സാധനം രാഹുൽ ഗാന്ധിക്കില്ല. പ്രതിപക്ഷ നേതാവാകാൻ പോലും ഈ രാഹുൽ ഗാന്ധിക്കൊന്നും ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയാം. മറ്റൊരു കാര്യം എടുത്തു പറയാം, നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും BJP ആരോപിക്കുന്നു എന്ന ആ ഊളത്തരം ഇനിയെങ്കിലും പറയാതിരിക്കുക. രാഹുൽ ഗാന്ധി ചെയ്തു, അധിക്ഷേപിച്ചു, സ്ത്രീകളെ അധിക്ഷേപിച്ചു, അത് ഉളുപ്പിന് പച്ചക്കങ്ങ് വിളിച്ച് പറയോ?